കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട ബജറ്റുമായി ബന്ധപ്പെട്ട് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഇൻകം ടാക്സ് സ്ലാബിലുണ്ടായ മാറ്റം. അതായത് 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് ഇൻകം ടാക്സ് കൊടുക്കണ്ട. അതോടൊപ്പം തന്നെ കേട്ട മറ്റൊരു കാര്യമാണ് 12,75,000 രൂപ വരെ ശമ്പള വരുമാനമുള്ള ആളുകൾക്കും ഇൻകം ടാക്സ് കൊടുക്കണ്ട. പക്ഷേ ഒപ്പം കൊടുത്തിരിക്കുന്ന ടേബിൾ പറയുന്നുണ്ട് 4 ലക്ഷം രൂപ വരെ സീറോ ടാക്സ്, 4 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ 5% ടാക്സ്, 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ 10% ടാക്സ്, അങ്ങനെ പോയി 24 ലക്ഷത്തിന് മേലെ വരുമാനമുള്ള ആളുകൾക്ക് 30% ടാക്സും ആണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ടാക്സ് കൊടുക്കാതിരിക്കാൻ സാധിക്കും? എന്താണിത്? പലർക്കും മനസ്സിലാവുന്നില്ല. മൊത്തം കൺഫ്യൂഷൻ. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം നടത്തുന്നത്. സോ മൈ നെയിം ഈസ് ജിജു എബ്രാഹിം ആൻഡ് യു ആർ വാച്ചിങ് മൈ ചാനൽ ഫോർച്യൂൺ വിത്ത് ജിജു. നമ്മുടെ ഇൻകം ടാക്സ് ഫയലിങ്ങുമായി ബന്ധപ്പെട്ട് നിലവിൽ 2 തരത്തിലുള്ള ടാക്സ് റിജീമാണ് ഉള്ളത്. ഓൾഡ് ടാക്സ് റിജീം ആൻഡ് ന്യൂ ടാക്സ് റിജീം. ഓൾഡ് ടാക്സ് റിജീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പല ഇൻവെസ്റ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ വീടിൻ്റെ ലോൺ റീപേയ്മെൻറ്റ്, കുട്ടികളുടെ ഫീസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ടാക്സിബിൾ ഇൻകത്തിൽ നിന്ന് കുറവ് ചെയ്യപ്പെടും. പക്ഷേ ന്യൂ ടാക്സ് റിജീമിൽ വരുമ്പോൾ അങ്ങനെയുള്ള യാതൊരു കിഴിവുകളും ലഭ്യമല്ല. ഇപ്പോൾ പ്രധാനമായും ചേഞ്ച് വന്നിരിക്കുന്നത് പുതിയ ടാക്സ് റിജീം ഫോളോ ചെയ്യുന്നവർക്കായിട്ടുള്ളതാണ്. നിലവിൽ പുതിയ ടാക്സ് റിജീം ഫോളോ ചെയ്യുന്നവർക്ക് 7 ലക്ഷം രൂപ വരെ ഉള്ള വരുമാനത്തിന് ടാക്സ് കൊടുക്കണ്ട. ഇപ്പോൾ ആ പരിധി 7 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷം രൂപയായി ഉയർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം 12,75,000 രൂപ വരെ വാർഷിക ശമ്പളമുള്ള ആളുകൾക്കും 100% നികുതി ആനുകൂല്യം ലഭിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്കും 12,75,000 രൂപ വരെ വാർഷിക ശമ്പള വരുമാനമുള്ളവർക്കും എന്നാണ് പറഞ്ഞത്. ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് ശമ്പള വരുമാനക്കാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേക ആനുകൂല്യമുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നുള്ളത്. അത് ഇപ്പോൾ 75,000 രൂപ വരെ ലഭ്യമാണ്. അപ്പോൾ 12,75,000 രൂപ വരെ വാർഷിക ശമ്പളമുള്ള ആളുകൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് 12 ലക്ഷം രൂപയായി കുറയുന്നു. അതായത് അവരുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 12,75,000 നിന്ന് 12 ലക്ഷമായി കുറയുന്നു. ഇനി 12 ലക്ഷം രൂപ വരുമാനമുള്ള ആളുകളുടെ ടാക്സ് എങ്ങനെ കണക്കാക്കുന്നു എന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബിലോട്ടൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 0 മുതൽ 4 ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർക്ക് സീറോ ടാക്സ് ആണ്. 4 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ വരുമാനത്തിന് 5%, അതായത് 4 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള 4 ലക്ഷം രൂപയ്ക്ക് 5%, അതായത് 20,000 രൂപ. 8 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ ഉള്ള വരുമാനത്തിന് 10%, അതായത് 8 മുതൽ 12 വരെ ഉള്ള 4 ലക്ഷത്തിൻ്റെ 10%, അത് 40,000 രൂപ. അപ്പോൾ ആദ്യത്തെ 20,000 രൂപയും ഈ 40,000 തമ്മിൽ കൂട്ടുമ്പോൾ ടോട്ടൽ 60,000 രൂപയാണ് 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആളുകൾക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇനി ഈ 60,000 രൂപ എങ്ങനെ ഒഴിവാക്കി കിട്ടും? ഇതറിയാനായിട്ട് നമുക്ക് ഇൻകം ടാക്സ് റൂളിലെ സെക്ഷൻ 87A ടാക്സ് റിബേറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ റൂൾ പ്രകാരം ഒരു പരിധിയിൽ താഴെ വരുമാനമുള്ള ആളുകൾക്ക് ടാക്സ് റിബേറ്റ് അനുവദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 60,000 രൂപ വരെയുള്ള ടാക്സ് റിബേറ്റ് ആണ് സെക്ഷൻ 87A പ്രകാരം ലഭ്യമാകുന്നത്. അപ്രകാരം വരുമ്പോൾ 12 ലക്ഷം രൂപയോ അതിൽ താഴെയോ വരുമാനമുള്ള എല്ലാവർക്കും ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ റിബേറ്റിൻ്റെ ആനുകൂല്യം ലഭ്യമാകുന്നു. അങ്ങനെ വരുമ്പോൾ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ആളുകൾക്കും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായ ടാക്സ് റിബേറ്റ് ആനുകൂല്യം ലഭ്യമാണ്. അങ്ങനെ ശമ്പള വരുമാനക്കാർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെയും ടാക്സ് റിബേറ്റിൻ്റെയും ആനുകൂല്യം ലഭിക്കുന്നു. മറ്റുള്ളവർക്ക് ടാക്സ് റിബേറ്റിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് റെസിഡൻറ്റ് ഇന്ത്യൻസിന് മാത്രം ലഭ്യമായിട്ടുള്ള ഒരു ആനുകൂല്യമാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യുന്നവർക്കും മാത്രമായിട്ട് ലഭ്യമാകുന്ന ആനുകൂല്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ടാക്സിൻ്റെ ആനുകൂല്യം പൂർണ്ണമായും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതെന്ന്. അപ്പോൾ ഇനിയൊരു സംശയം, ഒരാളുടെ വാർഷിക വരുമാനം 12,10,000 രൂപയാണെന്നിരിക്കട്ടെ. അതായത് പൂർണ്ണ നികുതി ഇളവ് ലഭിക്കുന്നതിന് ഉള്ള തുകയേക്കാൾ കുറച്ച് കൂടുതൽ. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് റിബേറ്റ് റൂൾ അനുസരിച്ച് 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനക്കാർക്കാണ് ടാക്സ് റിബേറ്റ് ലഭ്യമാവുകയുള്ളൂ. ഇവിടെ 12 ലക്ഷത്തിന് മേലെ 12,10,000 രൂപ വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വെറും 10,000 രൂപയുടെ ഒരു ഇൻകം 12 ലക്ഷത്തിന് മേലെ കിട്ടുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ടാക്സ് സ്ലാബ് പ്രകാരം അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് 61,500 രൂപയായിരിക്കും. നമ്മൾ കണ്ടതുപോലെ 12 ലക്ഷത്തിൽ നിന്നും വെറും 10,000 രൂപയുടെ അധിക വരുമാനമുള്ളവർക്ക് വലിയ നഷ്ടമുണ്ടാവുന്നതായി തോന്നുന്നില്ലേ? അതിനെന്താണ് പരിഹാരം? അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കാം.
നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.